وبركاته. بسم الله والحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലാകുന്നതിൻ്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. നമ്മുടെ നാടിനെ അടക്കി ഭരിച്ചിരുന്ന വെള്ളക്കാർക്കെതിരെ ജീവൻ സമർപ്പിച്ച പടനായകനായ മനുഷ്യന്റെ കഥ. അതെ, ഞങ്ങൾ പറയുന്ന കഥയുടെ പേര് വാരിയംകുന്ന്. അതെ, മലബാർ രാജ്യത്തിന്റെ മാപ്പിള സുൽത്താൻ. സലാമും ഞങ്ങളോടുന്നേ, മുസ്ലിം സദാ സലാമും സുധിമോതുന്നേ. കൈരണം തിരുനേതാ, വീരണം പരജേതാ, ധീരണം തിരുനേതാ, വീരണം പരജേതാ. വാരിയംകുന്നിന്റെ ചരിതം ഏറ്റുവേറുന്നേ, വാനലോകം വായിത്തിരുന്ന കഥകളോറുന്നേ. 1875 ഒരു പ്രഭാതം നാട്ടുകാരെല്ലാം കൗതുകത്തിലാണ്. പ്രശസ്തരായ ചക്കിപ്പറമ്പ് തറവാട്ടിലോട്ടാണ് എല്ലാവരും ഓടി ചെല്ലുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് ഇത്ര കൗതുകം? അറിഞ്ഞില്ലേ? ചക്കിപ്പറമ്പത്ത് മൊയ്തീൻ കുട്ടി ആശിക്കും കുഞ്ഞാശിക്കും ഒരു കുഞ്ഞു പിറന്നിരിക്കുന്നു. ചുറുചുറുക്കുള്ള കുഞ്ഞിനെ കാണാൻ നാട്ടുകാരെല്ലാം വന്നു. പ്രിയപ്പെട്ടവർ അവനെ കുഞ്ഞഹമ്മദേ എന്ന് വിളിച്ചു. ഉപ്പയെ കൃഷിയിൽ സഹായിക്കുകയും പഠനത്തിലും ആയോധന കലയിലും ഒരുപോലെ മികവ് കാണിച്ചു. ചുറുചുറുക്കുള്ള യുവാവായി വാഴുന്ന കുഞ്ഞഹമ്മദിന്റെ മനസ്സിൽ ബ്രിട്ടീഷുകാരോടുള്ള അടങ്ങാത്ത പ്രതികാരമുണ്ടായിരുന്നു. അതിന് ചില കാരണങ്ങളുമുണ്ട്. എന്താണല്ലേ? ദീനിനിസത്തേറു നിമിഷം കേട്ടിടുന്നേ ധീരതം, പൊന്നു പാപ്പ പോയതെന്ന് മെല്ലയാളിൻ കൂറതും, പൊന്നു പാപ്പ പോയതെന്ന് വെള്ളയാളിൻ കൂറതും. ചാരത്തെ നിറമടത്തരുത്, ദേഹത്തെ കടിയടിപൊടിയും പുരവിധി മതിയായി. ചാരത്തെ നിറമടത്തരുത്, ദേഹത്തെ അടിപിടിത്തരുത്, ദേഹത്തെ കടിയടിപൊടിയും പുരവിധി മതിയായി. ഹജ്ജ് കഴിഞ്ഞെത്തിയ കുഞ്ഞഹമ്മദിന് കേൾക്കാൻ സാധിച്ചത് തന്റെ പ്രിയപടിയായ ഉപ്പരെ അക്രമം ആരോപിച്ച് അന്തമാനിലേക്ക് നാട് കടത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ്. വീരനായ കുഞ്ഞഹമ്മദിന്റെ സ്വന്തം നാടായ നെല്ലിക്കുതിലേക്കുള്ള പ്രവേശനം വെള്ളക്കാർ വിലക്കി. വ്യാജ കേസുകൾ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞഹമ്മദിനെ ജയിലിൽ അടച്ചു പൂട്ടാൻ ശ്രമിച്ചു. ഇങ്ങനെ കുഞ്ഞഹമ്മദിന്റെ മനസ്സിൽ ബ്രിട്ടീഷുകാരുള്ള പക ആളിക്കത്തി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ബ്രിട്ടീഷ് പോരാട്ടത്തിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായി. അക്രമത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഈ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ കുഞ്ഞഹമ്മദിന്റെ ജീവിതത്തിലേക്ക് സുന്ദരിയും ധീരയുമായ മാളു അജുമ പ്രിയ പത്നിയായി കടന്നു വന്നു. വെള്ളക്കാരുടെ തീതുപ്പുന്ന തുപ്പാക്കികൾ മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ പ്രിയതമ അദ്ദേഹത്തിന് സദാ പിന്തുണ നൽകി. 1920 കുഞ്ഞഹമ്മദ് ഹാജിയുടെ അടുക്കിലേക്ക് ഒരു വാർത്തയുമായി ഒരു കൂട്ടം ആളുകളെത്തി. എന്താണ് ആ വാർത്ത? സത്യത്തിൻ പാതയിൽ അച്ഛനും മങ്ങളും ശത്രുവിൻ കോട്ടയായി, ഉടനാം വെള്ളിപ്പിടലായി, ജയമേറും മറുകിലായി, പടമണ്ണാണി നീട്ടി വരച്ചൊരു ഗൗമിനെത്തിടലായി. സത്യത്തിൻ പാതയിൽ അച്ഛനും മങ്ങളും ശത്രുവിൻ കോട്ടയായി, ഉടനാം വെള്ളിപ്പിടലായി, ജയമേറും മറുകിലായി, പടമണ്ണാണി നീട്ടി വരച്ചൊരു ഗൗമിന്റെ നേത്രനിരത്തിടലായി. അതെ, മമ്പലത്തെ KK പള്ളിയിൽ ആയുധം ശേഖരിച്ചെന്ന് ആരോപിച്ച് ബ്രിട്ടീഷുകാർ പള്ളി വളഞ്ഞു പൂട്ടിയിട്ടു. ഇതോടെ പള്ളി തകർക്കപ്പെട്ടു എന്ന് വാർത്ത കൂടി അറിഞ്ഞതോടെ ശുഭ്രായ മാപ്പിളമാർ പടകളിലേക്ക് കുതിച്ചുയർന്നു. മുഷീൻ കണ്ണുകളുടെ ഗർജനങ്ങൾക്ക് മുമ്പിൽ മാപ്പിളമാരുടെ വടിവാളുകളും തോക്കുകളും അടിയുറച്ചു നിന്നു. ഇത് കണ്ട് ബ്രിട്ടീഷുകാർ വിരണ്ടോടി. ആലി മുസ്ലിയാരുടെ യോഗം ചേർന്ന ബ്രിട്ടീഷുകാർക്ക് സമാന്തര ഭരണം. ഇതുവരെ ബ്രിട്ടീഷുകാരുടെ കാലമാണെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് സുൽത്താൻ വാരിയംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജിയുടെ തേരോട്ടമായിരുന്നു. ഏറനാട്, വള്ളുവന്നാട്, കോഴിക്കോട്, പൊന്നാനി 4 പ്രദേശങ്ങൾ ചേർത്ത് 234 പ്രദേശങ്ങളാക്കി മാറ്റി സുൽത്താൻ കുഞ്ഞഹമ്മദ് ഹാജി. മലയാള രാജ്യം ബ്രിട്ടീഷുകാരുടെ പേര് സ്വപ്നമായി മാറി. ലോകമൊട്ടെ അടച്ചു വരച്ചിരുന്ന വെള്ളക്കാരെ വരച്ചു വരയിൽ നിർത്തി അന്നും ഇന്നും രാജ്യത്തിന്റെ അറുതികൾക്കെതിരെ സന്ധ്യമില്ലാതെ സമരം പ്രഖ്യാപിച്ച വാരിയംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജി. വാരിയംകുന്നതിനെ കൊണ്ട് പൊറുതുമുട്ടിയ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വധിക്കാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞു. അദ്ദേഹത്തെ കൊല്ലാൻ പിന്നിൽ നിന്ന് ആഞ്ഞു കുത്തുകയല്ലാതെ മറ്റെന്തു തന്ത്രമാണുള്ളത്? അവർ അതു തന്നെ പയറ്റി.
ചോരയൂട്ടി പൂതിമുത്ത ക്രൂരകാരം നിരത്തി ഛേദമറ്റ ദേഹമാക്കാൻ ആഗ്രഹത്താൽ വരത്തി ചോരയൂട്ടി പൂതിമുത്ത ക്രൂരകാരം നിരത്തി ഛേദമറ്റ ദേഹമാക്കാൻ ആഗ്രഹത്താൽ വരത്തി ആയി നിന്റെ പ്രതികാരം കേട്ടിടുന്നേ തായ്വാരം വീണിടുന്നേ ചതിയേറ്റം ചൊല്ലിടുന്നേ ദിക്റൂറ്റം. ബ്രിട്ടീഷുകാരെ വിക്കസതി പ്രയോഗത്തിലൂടെ വീടിനുള്ളിൽ വെച്ച് കുഞ്ഞഹമ്മദ് ഹാജിയെ അവർ ബന്ദിയാക്കി. മാപ്പ് എഴുതി തന്നാൽ മക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന വാഗ്ദാനങ്ങൾ നൽകി. സുൽത്താൻ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അലറി, മക്ക നമുക്ക് ഇഷ്ടമാണ്, അന്റെ പോലത്തെ ശൈത്താനിയങ്ങൾക്ക് ഈ നാട് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ പോയി മയ്യത്താവാൻ ഈ കുഞ്ഞഹമ്മദിനെ കിട്ടൂലടാ. മാപ്പ് എഴുതി കൊടുത്ത് ഈ നാടിനെ ഒറ്റുന്നതിന് പകരം കുഞ്ഞഹമ്മദ് തെരഞ്ഞെടുത്തത് പിറന്ന മണ്ണിനെയായിരുന്നു. ഇത് കേട്ട് വിറച്ച ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ മരണം പ്രഖ്യാപിച്ചു. ബന്ദിയാക്കിയ കുഞ്ഞഹമ്മദിന്റെ അടുക്കിലേക്ക് സുൽത്താന്റെ അടുക്കിലേക്ക് ബ്രിട്ടീഷുകാരുടെ നേതാവ് കൗസർ വന്ന് ചോദിച്ചു, മിസ്റ്റർ മാപ്പിളമാർക്ക് കിട്ടുന്ന പുച്ഛം എനിക്ക് വേണ്ട, നിങ്ങൾക്ക് എന്നെ കൊല്ലാം. എന്റെ കണ്ണു കെട്ടി വെടിവെച്ച് കൊല്ലുന്നതിന് പകരം എന്റെ കണ്ണിന്റെ കട്ടയച്ച് എന്റെ മുമ്പിൽ നിന്ന് കാഞ്ചി വലിച്ചുകൊണ്ട് ഇടതു നെഞ്ചിലേക്ക് നിങ്ങൾ ഒതുക്കുന്ന വെടിയുണ്ടകൾ എന്റെ ഇടതു നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി കലിമ ചൊല്ലി എനിക്ക് മരിക്കണം. ഞാൻ ജനിച്ച മണ്ണിൽ എനിക്ക് അലിഞ്ഞു ചേരണം. ഇന്നാലില്ല. മലപ്പുറം കോട്ടക്കുന്നിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞ് സുൽത്താൻ വാരിയങ്ങുന്നത് ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകളെ നെഞ്ചിലേറ്റു വാങ്ങിക്കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇഹം വിട്ടിടും പരജേതാ ഇഹം തുൽകിടും തിരുനേതാ ഇഹം പുൽകിടും പുതുലോക ഇറാദേട്ടിടു പരദേതാ സൽസലാത്തും സൽസലാമും തീർത്ത് ഞങ്ങൾ പാടിടുന്നേ സൽസലാത്തും നൽസലാമും തീർത്ത് ഞങ്ങൾ പാടിടുന്നേ. ഇന്ത്യക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ സുൽത്താൻ വാരിയംകുന്നത്തിന്റെ ധീര കഥാപ്രസംഗം നമ്മളിവിടെ വിരാമം കുറിക്കുന്നു. വാഹുദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.